ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഞാനൊരു പുതിയ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ട്സ് ഇൻ മൈ ബാഗ്സ്. വാട്ട്സ് ഇൻ മൈ ബാഗ് അല്ല, വാട്ട്സ് ഇൻ മൈ ബാഗ്സ് ആണ്. 2 ബാഗുണ്ട്. പൊതുവേ ട്രാവൽ ചെയ്യാനായിട്ട് മീൻസ് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 2 ബാഗുമായിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഒരു ബാഗിൽ സാധനങ്ങൾ തികയാറില്ല. ഇതൊരു കുഞ്ഞു ബാഗാണ്. ഇത് നമുക്ക് ഓരോ ബാഗായിട്ട് നമുക്ക് ബാഗിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബാഗിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഈ ബാഗ് ഒരു കുട്ടി ബാഗാണ്. ഇത് ബാറ്റയുടെ ഷോറൂമിൽ നിന്ന് ഞാൻ മേടിച്ച ബാഗാണ്. ഇത് പൊതുവെ ഞാൻ സ്ലിം ബാഗുകൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ബട്ട് ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ്. ഇത് മേടിച്ച അന്ന് മുതൽ എൻ്റെ ഇൻസ്റ്റയിലെ ഫോട്ടോയോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ്, ട്രാവൽ വ്ളോഗുകൾ നോക്കുക മനസ്സിലാവും. എല്ലാ വീഡിയോയിലും ഈ ബാഗ് നിർബന്ധം ഉണ്ടാവും. അപ്പം എന്നിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ബാഗ് മേടിച്ചത് എന്നൊക്കെ. സോ ഇത് ബാറ്റയിൽ നിന്നാണ് ഞാൻ ഈ ബാഗ് മേടിച്ചത്. ഇത് സ്ലിം ബാഗ് ടൈപ്പ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ചെറുതാക്കി ഇടാം. ഇങ്ങനെ ഞാൻ ഇടാറില്ല. ഇങ്ങനെ ഇത് ഫുള്ള് ചെയിൻ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇടാം. ഇങ്ങനെയാണ് ഞാൻ ഈ ബാഗ് ഇടുന്നത്. സോ നമുക്ക് ബാഗിന് ഉള്ളിൽ എന്താണെന്ന് നോക്കാം. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ ബാഗിൽ ഉണ്ട് ഇങ്ങനെ ഒരു സിബാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞു സിബുണ്ട്. ഒരു കുഞ്ഞു സിബ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലുണ്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ്. ഇവിടെ പൊതുവെ ഞാനൊന്നും ഇടാറില്ല. ടിഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ഇടാറുള്ളൂ. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു പേഴ്സ്. ഇത് ചുമ്മാ ഏതൊരു ഷോപ്പിൽ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ ചുമ്മാ മേടിച്ചാണ്. ഇതിനകത്ത് ഫുൾ കോയിൻസ് ആണ് കേട്ടോ, വേറെ ഒന്നും. പിന്നെ എൻ്റെ പേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ബാറ്റിൽ നിന്ന് മേടിച്ചതാ. ഇതിൽ കാർഡ്, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഗ്ലാസ്സിന് ഒരു കൂടുണ്ടായിരുന്നു. അത് ആദ്യം എവിടെയോ കൊണ്ട് കളഞ്ഞു ഗൈസ്. അങ്ങനൊരു ഗ്ലാസ് ഉണ്ട്. ആൻഡ് ഇത് ബാങ്കിൻ്റെ ഒരു സംഭവം. എനിക്ക് ഇതിൽ ATM കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എപ്പോഴും ഉള്ളതല്ല, ഇത് തൽക്കാലം ഇപ്പം എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന സാധനമാണ്. ഞാനിപ്പം ആദ്യയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വന്നേക്കുവോ. അപ്പോൾ ഇതിനകത്ത് നിറച്ച് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഓൾറെഡി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ ഇത് ഫുൾ സാധനങ്ങൾ കാണുമല്ലോ. പിന്നെ ഇതിനകത്ത് ഒരു കർച്ചീഫ്. ഞാൻ പണ്ട് മുതലേ കർച്ചീഫ് യൂസ് ചെയ്യുന്ന ആളാണ്. വിയർക്കുന്ന രസം എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ഈ കുട്ടി ബാഗിൽ അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഞാൻ ഈ ബാഗ് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത്. മീൻസ് ഈ ബാഗിൽ തന്നെയാണ് അത്യാവശ്യം വേണ്ടുന്ന സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. പക്ഷേ ഇതിനകത്ത് തികയാതെ പോകും സാധനങ്ങൾ. അങ്ങനെ മീൻസ് ഈ ബാഗ് അങ്ങനെ വൃത്തിയിടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് പിന്നെ ഫോണും ഇതിനകത്തായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. മീൻസ് മിക്കപ്പോഴും എവിടെ പോയാലും ഞാൻ 2 ബാഗ് കൊണ്ടുപോകാറുള്ളൂ. അപ്പം ആ ബാഗിൽ അത്ര സാധനമുള്ളൂ. ഇത് നമുക്ക് ഈ ബാഗ് ഓപ്പൺ ചെയ്യാം. ഇത് നോർമൽ കോളേജിലൊക്കെ പോകുമ്പോൾ പിള്ളേർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ബാഗാണ്. ഇതെല്ലാവർക്കും കാണും. എല്ലാ ദിവസത്തിൻ്റെയും കാണും ബാഗ്. ഇതിൽ കണ്ട് ഇവിടെ ഒരു കുട്ടി അതിൽ മൈ ലിപ്സ്റ്റിക് എപ്പോൾ ഇട്ടിരിക്കുന്ന ന്യൂഡ്. എന്തൊരു പേപ്പർ ബൺ, ഐലൈനർ, എൻ്റെ ഹെഡ്സെറ്റ്, ഇതെൻ്റെ ലെൻസിൻ്റെ കേസ്. ഞാൻ അന്തെയാണ് കേസ്. ലെൻസിൻ്റെ കേസുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ സാധനം ഇടണമെന്നൊന്നുമില്ല. സാധനങ്ങളിങ്ങനെ പറക്കി ഇടും. ഇത് ഞാൻ സ്ഥിരം കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. തെന്നാലിരാമൻ കഥകളും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും ഉണ്ട്. ഇത് അവിടെ ആദ്യയുടെ വീട്ടിൽ ഇരുന്ന ടെക്സ്റ്റാണ്. സോ ഇത് ഞാൻ വായിക്കാതെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ. ആൻഡ് മൈ ഹാറ്റ്.
ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഐ തിങ്ക് എവിടെ പോയപ്പോഴത് മേടിച്ചത്, പാഞ്ചാലിമേടിൻ്റെ താഴെ അവിടെ നിന്ന് എന്തോ മേടിച്ചാന്ന് തോന്നുന്നു. അങ്ങനെ ചുമ്മാ ഹാറ്റ് കണ്ടപ്പോൾ എനിക്ക് പണ്ടേ എനിക്ക് ഇങ്ങനെയുള്ള ബോയ്സിൻ്റെ ഹാറ്റ് ഭയങ്കര ഇഷ്ടം, അങ്ങനെ മേടിച്ചു. പിന്നെ ഇതെൻ്റെ ഓൾഡ് ഫോൺ റെഡ്മി നോട്ട് 8 Pro. ഇതിപ്പോഴും ഞാൻ കൊണ്ട് നടക്കാറുണ്ട് ബിക്കോസ് ഇതിലാണെല്ലാം. അതിലത്രേ ഉള്ളൂ. ബിഗ് 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 അവയിലാണ് നമ്മുടെ സാധന സാമഗ്രികൾ. എൻ്റെ മോയ്സ്ചറൈസർ, പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ സാധനമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ എനിക്കത് ഞാൻ സ്മാർട്ടിൽ പോയിട്ട് അത് മേടിച്ചത്, അപ്പം സാധനം കിട്ടിയില്ല. സോ പോൺസിൻ്റെ മോയ്സ്ചറൈസർ. ഷാംപൂ ഏതായാലും എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം ഇത് ലോറിയൽ പാരിസിൻ്റെ ഷാംപൂ. മുടിയൊക്കെ എല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഷാംപൂ ഞാൻ നോക്കാറില്ല. ഫേസ് വാഷ്, ഇത് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഷെത്തിൻ്റെ നീം ആൻഡ് സാലിസിലിക് ഫേസ് വാഷ് ഫോർ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ എന്താണത്, എൻ്റെ ഓയിൽ ബ്ലാക്ക് ചാം, സീക്രട്ടിൻ്റെ ബ്ലാക്ക് ചാം എന്ന് പറയുന്ന ഓയില് അത്യാവശ്യം ഫേമസ് സാധനമാണ്. ഇതിപ്പോൾ ഞാൻ പുതിയ ബോട്ടിൽ മേടിച്ചത് അത്രേ ആയിട്ടുള്ളൂ. ഇത് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഇത് സാധനം യൂസ് ചെയ്താൽ കുറയും കേട്ടോ, കുറയും, അത്രയും പറയാം. നെക്സ്റ്റ് സൺസ്ക്രീൻ, സിൻഡെല്ല ആൻഡ് നിയാസിനമൈഡിൻ്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീൻ. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ബെസ്റ്റ് സാധനമായത് എന്ന് വെച്ചാൽ ഇത് മാത്രം. ഇപ്പം ഞാൻ ശരിക്കും പണ്ട് ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ടായിരുന്നു പുറത്തു പോകുന്നത്, പക്ഷേ ഇപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, എന്നാലും ഈ 2 സാധനം മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തു പോകുക. അപ്പോഴേ ഇതിടുമ്പോഴത്തേക്കും മുഖത്തൊരു ഗ്ലോ ഒക്കെ എനിക്ക് തോന്നാറുണ്ട്. നല്ല സൺസ്ക്രീനാണ് ഇത്. തീരാറായിട്ട് പുതിയത് നേടാം. ദെൻ റെന്യൂ, ഇത് ലെൻസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇത് ലെൻസ് വാഷാണ്. ഞാൻ ലെൻസ് കേസ് കാണിച്ചില്ല, ആ ലെൻസിൻ്റെ കേസിൽ ഇത് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് നമ്മൾ ലെൻസ് അതിൽ ഇട്ട് വെക്കുന്നത്. ആൻഡ് ലെൻസ് കഴുകാനും ആ സംഭവം നമ്മൾ യൂസ് ചെയ്യും. ഇത് വെറ്റ് വൈപ്സ്. ഇത് ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണ്, മുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് തുടയ്ക്കാൻ വേണ്ടി വെറ്റ് വൈപ്സ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തത് കേട്ടോ. ഇത് എന്തോ 20 രൂപയോ 29 രൂപ, ചുമ്മാ ഒരു പൊട്ട്. ട്രഡീഷണൽ വേഷങ്ങളൊക്കെ ഇട്ട് പോകുമ്പോൾ പൊട്ട്. ഇത് ഞാൻ ചുമ്മാ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ മേടിച്ച സാൻഡൽ വുഡിൻ്റെ പൗഡർ. ഇത് ഞാൻ ഇതിൽ പൊട്ടിച്ച് പോലുമില്ല, അറിയാൻ വയ്യ. ഇത് മുഖത്തിടാൻ കൊള്ളാമെന്ന് പറയുന്നു, ഇട്ട് നോക്കാം, ചിലപ്പോൾ എനിക്ക് മുമ്പിൽ ഉപയോഗിക്കും. പിന്നെ ജ്വല്ലറി ബോക്സിൽ വാച്ചാണ് ഇരിക്കുന്നത്. വാച്ച് എപ്പോഴും ഇടാൻ എനിക്ക് മൂടുണ്ടാവില്ല, അപ്പം ഞാൻ പെട്ടിലാക്കി നോക്കാം. ആൻഡ് 2 റിങ്. വെഡ്ഡിങ് റിങ് ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇടാറില്ല. വെഡ്ഡിങ് റിങ് വീട്ടിലുണ്ട്. ഇത് അല്ലാത്ത സ്റ്റോണാണ്, പുഷ്യരാഗം ആൻഡ് ഒരു മുത്തിൻ്റെ ഒക്കെ. ഇത് ആദ്യം എനിക്ക് സെറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ അതും പെട്ടിയിലേക്ക് കണ്ടപ്പോൾ എനിക്ക് കിട്ടും. ദെൻ വീഡിയോ വൺ നിവ്യയുടെ ഒരു ലിപ് ബാം. ഇത് നല്ല കളറുണ്ട് കേട്ടോ, അത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഇതൊരു ടാബ്ലറ്റ്, സ്കിന്നിൻ്റെ ഒരു വിറ്റാമിൻ ടാബ്ലറ്റ്. അത് ദെൻ ഇതെൻ്റെ എന്താണ് ക്ലിപ്പ്, എന്താണ് പറയുന്നത്, ക്ലച്ചസ്. ഇത് വീണ്ടും ഒരു ലിപ്സ്റ്റിക്, ലാക്മേയുടെ ലിപ്സ്റ്റിക്. ലാക്മേയുടെ ഈ ലിപ്സ്റ്റിക്ക് നല്ല കളറാണ്, ബട്ട് ഈ സാധനം എത്ര തേച്ച് വെച്ചാലും ഇത് പോകത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് കളറുണ്ട്, പിന്നെ ആ സാധനം അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് പോകത്തില്ല എന്ന് പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ബട്ട് എനിക്ക് പോകാത്തൊരു പ്രശ്നമാണ്. കാരണം അത്
ചുണ്ടിൽ ഒരുമാതിരി ഇരിക്കും, എനിക്കത് ഇഷ്ടമല്ല. ഒരു ഫേസ് സെറം, ഇത് ആദിയുടെ ഫേസ് സെറമാണ്. ആദ്യം തിരിച്ച് സൗദി പോയപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇതെന്തോ സായൻ ആൻഡ് മൈസൈൽ, എനിക്കറിയത്തില്ല കേട്ടോ. ZM ബ്രൈറ്റ്നിങ് വിറ്റമിൻ സി ഫേസ് സെറം. ഇതെന്തോ നല്ല ഐറ്റം ആണ്. ഞാൻ 1-2 വട്ടം ഇട്ടിട്ടുള്ളൂ ഇതും എടുത്തിട്ട്. ഇത് യൂക്കായി തലവേദന വരുമ്പോഴത്തേക്കാൻ. ഞാനതൊന്നും ഒരു വിക്സ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ തേക്കാറൊന്നുമില്ല. വിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ എടുത്തിട്ടേ ഇല്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ പാക്ക് ചെയ്ത് കൂട്ടത്തി ചുമ്മാ എടുത്തിട്ട് ലാസ്റ്റ് ഒരു ദിവസം ഞാൻ ഈ സാധനം തേച്ച തലവേദന വന്നപ്പോൾ. ഒരു നെയിൽ പോളിഷ്. കയ്യിൽ ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല, കാലിൽ മാത്രമേ ഇടാറുള്ളൂ. ഈ ഐറ്റം അടിപൊളിയാണ് കേട്ടോ. മിനിമലിസ്റ്റിൻ്റെ ഐ ക്രീം, അണ്ടർ ഐ ക്രീം. എൻ്റെ അണ്ടർ ഐ ഉണ്ടോ, അയ്യോ, ഈ ഉറക്കക്കുറവിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ അണ്ടർ ഐ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇത് 500 ആണെന്ന് തോന്നുന്നു. ഇതെന്തോ വിലയുണ്ടായിരുന്നു മിനിമലിസ്റ്റിൻ്റെ. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഒരു മാറ്റം തോന്നുന്നുണ്ട്. മിനിമലിസ്റ്റിൻ്റെ ഒരു ഐ ക്രീം, നല്ല സാധനം. പിന്നെ ഇത് സെബോളി, ഇത് പണ്ടെന്നോ മേടിച്ച സാധനം. ഇത് തോണ്ടി ഒരു വൃത്തിയായിട്ട് അവസ്ഥയിലിരിക്കുകയാണ്. ചിലപ്പോൾ കാലിലൊക്കെ ചുമ്മാ ഇടാറുണ്ട്. വീണ്ടും ഒരു സെറം. ഈ 2 സെറം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്തൊന്നുമില്ല. ഇത് പ്ലമ്മിൻ്റെ, ഇത് ഞാൻ ലുലുമോളിൽ നിന്ന് എടുത്തത് കേട്ടോ. ചുമ്മാ ഒരു ദിവസം നിയാസിനമൈഡിൻ്റെ ഒരു സെറം. ഇത് നല്ല സാധനം ആയിരിക്കും, ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ എന്താ പറയുക, റൊട്ടീൻസ് ഒക്കെ മാറിയിരിക്കുവാണ്. ഇനി വഴിപോലെ സെറ്റ് ചെയ്യണം. ആൻഡ് വൺ കോം, ദ ലാസ്റ്റ് വൺ. അത്രേ ഉള്ളൂ ഈ ബാഗിൽ. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ ബാഗിലുള്ള കുട്ടി കുട്ടി സാധനങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. ഇതിലും മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുമ്പോഴേക്കും ബൈ. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.